ഹായ്, ഞാൻ പൂജയാണ്, പാർട്ട് ഓഫ് കേസ് ഓഫ് ടെക്നോളജീസ് ഐ വുഡ് സേ. നമ്മൾ സെയിൽസ്, മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പേജസ് ആണെങ്കിലും ഓരോ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി ഹാർഡ് ടു ടേക്ക് എ വീഡിയോ ഓഫ് യുവർ ഓൺ. ബിക്കോസ് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ നിന്നാൽ മതി, ഇങ്ങനെ പറഞ്ഞാൽ മതി, ഈ ടോപ്പിക്ക് പറഞ്ഞാൽ മതി, സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനൊക്കെ സംഭവം എളുപ്പമാണ്. പക്ഷേ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ് അല്ലേ. ബട്ട് യെസ്, ഐ എം ഹിയർ ബിക്കോസ് നമ്മൾ ബിസിനസ്സിലാണെങ്കിലും ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഇഫ് യു ഹാവ് ടു ഗ്രോ ഇൻ ലൈഫ്, ഐ തിങ്ക് നമ്മുടെ ആ ഒരു തിങ്കിങ് മാറ്റണം. ഇറ്റ്സ് ഓക്കെ. ഐ മീൻ നമ്മൾ വളർന്നു വരുമ്പോൾ എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും സൊസൈറ്റിയിൽ നമ്മളെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, എല്ലാവരും they have their own life, their own problems, their own mistakes, and I think it's better to leave all those overthinking as I always do. പക്ഷേ അതിനുശേഷം നമ്മൾ believe in yourself and just take the very first step. This is the very first step of mine. അപ്പോൾ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഐ തോട്ട് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള ഇതിൽ ബിസിനസ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പറയണ്ടെന്ന് തോന്നുന്നു. And കുറച്ച് moments that I felt important or beautiful in Ksoft, അതിൽ 1-2 moments എനിക്ക് ഷെയർ ചെയ്താൽ കൊള്ളാം എന്നെനിക്ക് തോന്നുന്നു. So one recently, last week നമ്മൾ സൺഡേ ടീം മെമ്പേഴ്സ് കുറച്ച് ഡെവലപ്മെൻറ്റ് ടീമിന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റീബ്രാൻഡിങ് ഒക്കെ റീസെൻ്റ്ലി ആണ് നമ്മൾ ഒന്ന് ചെയ്ത് നമ്മുടെ ഫേസ് മാറ്റുക. നോട്ട് ജസ്റ്റ് ദ കളേഴ്സ് ഓർ ലോഗോ, ബട്ട് ഐ തിങ്ക് ദ വേ വി ഓപ്പറേറ്റ്, ദ വേ വി തിങ്ക്, ദ വേ വി ഡ്രീം, വാട്ട് വി ഡ്രീം. സോ ലീഡർ സാറ് പുതിയ വിഷൻ ആൻഡ് പ്ലാൻസ് ഉണ്ടാക്കി. സോ ആ ഒരു വിഷൻ പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ ആ രീതിയിൽ നമ്മുടെ ടീം അല്ലെങ്കിൽ ആ കമ്പനി എന്നുള്ള രീതിയിൽ ഒരു റീവാമ്പിങ് ആവശ്യമാണെന്ന് തോന്നി. അങ്ങനെയാണ് റീബ്രാൻഡിങ് കോൺസെപ്റ്റിലേക്ക് വരുന്നതും പിന്നെ അതിൻ്റെ പ്ലാൻസ് ചെയ്യുന്നതും അതിൻ്റെ വർക്ക് ചെയ്യുന്നതൊക്കെ. സോ വി ഡിഡ് ദാറ്റ് ആൻഡ് സോ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ടീം ഇങ്ങനെ ആലോചിക്കായിരുന്നു വാട്ട് ക്യാൻ ബി ഡൺ ഡിഫറെൻ്റ്ലി. മേ ബി ജസ്റ്റ് പാർട്ടി എന്നുള്ള കോൺസെപ്റ്റ് മാത്രമല്ല, വാട്ട് ക്യാൻ ബി ഡൺ ഡിഫറെൻ്റ്ലി, ഒരു കൊളാബറേറ്റീവായിട്ടൊരു ഇതുമായിരിക്കാം എന്ന രീതിയിൽ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പോയിട്ട് കുറച്ച് 2 പെയിൻറ്റ് ലോഗോയുടെ പെയിൻറ്റ് വാങ്ങിക്കുന്നതും പിന്നെ അതുപോലെയുള്ള കളറിലുള്ള കുറച്ച് ജ്യൂസും കാര്യങ്ങളും ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ജസ്റ്റ് ഒരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സൺഡേ അവർ വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞപ്പോൾ ശരി ഞാനും 3-4 പേരും കൂടി, എല്ലാവരും വന്നില്ല പക്ഷെ കുറച്ച് പേര് വന്നു. അപ്പോൾ പറ്റുന്ന ആൾക്കാർ വന്നിട്ട് നമ്മളെല്ലാവരും കൂടി കൊളാബറേറ്റ് കുറച്ച് വരയ്ക്കലും കുത്തലും ഒക്കെ ചെയ്തു. മേ ബി ഈ വീഡിയോൻ്റെ ഇടയിൽ പറ്റണമെങ്കിൽ കാണിക്കാം ചെറിയൊരു സ്നിപ്പറ്റ്സ്. അപ്പോൾ ദാറ്റ് വാസ് റിയലി ലവ്ലി, ഐ മീൻ റിഫ്രഷിങ് ഐ വുഡ് സേ. ബിക്കോസ് ഇപ്പോൾ വീക്കെൻഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും പുറത്ത് പോകും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, റെസ്റ്റ് ചെയ്തു. റെസ്റ്റിംഗ് ഡേ ആണ്. ഈവൻ ദോ ആ ഒരു വീക്ക് നമുക്ക് പിന്നെ ലീവ് കിട്ടുന്നില്ലെങ്കിലും നമ്മളെല്ലാവരും കൂടി ലഞ്ച് വാങ്ങിച്ചു, ബിരിയാണി വാങ്ങിച്ചു, പിന്നെ പെയിൻറ് ചെയ്തു, വരച്ചു. അപ്പോൾ ഓരോരുത്തരുടെ കഴിവൊക്കെ ആ സമയത്താണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് പാട്ടൊക്കെ വെച്ചിട്ടും ആ ഒരു റിഫ്രഷിങ് മോഡ്. ആൻഡ് ഐ തിങ്ക് എല്ലാ കമ്പനിയിലും നമുക്ക് ആ ഒരു ഇപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ ഗുണം അതാണ്. വി ഹാവ് സ്മോൾ number of team members but a very big capacity of growing into the best. പക്ഷേ എത്ര വലുതായാലും ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും, നോട്ട് ജസ്റ്റ് വീക്കെൻഡ്സ് ഓഫ് കോഴ്സ്, പക്ഷേ അതിന് സമയം കണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഐ തിങ്ക് നമ്മുടെ ഉള്ളിലെ ആ ഒരു മേ ബി എ കോളേജ് സ്റ്റുഡൻറ്റ് ഓർ സ്റ്റുഡൻറ്റ് കൈൻഡ് ഓഫ് ഗെറ്റ്സ് വെരി ത്രിൽഡ്. അപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് വെരി റിഫ്രഷിങ്. ഐ എം ഷുവർ അതേഴ്സ് ഡു ടു. അപ്പോൾ സംസാരിച്ചപ്പം താങ്ക് യു എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു. ആൻഡ് വി ഹാഡ് എ ഗ്രേറ്റ് ഡേ ദാറ്റ് ഡേ. സോ ഐ തിങ്ക് that is one of a very fond memory of mine. So yeah, looking forward to share you more of our such memories or activities that we do. So yeah, thank you.